ഗൈസ് ഇന്ന് നമ്മുടെ കയ്യിലുള്ളൊരു ഐറ്റം എന്ന് പറയുന്നത് ഒരു മൈക്രോഫോണാണ് കേട്ടോ. ഈ ഒരു മൈക്രോഫോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി പോഡ്കാസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ എൻ്റെ ചെറിയ ഷൂട്ടിംഗ് സെക്ഷനൊക്കെ വേണ്ടിയിട്ട് ഞാൻ കാർഡോയിഡ് മൈക്രോഫോൺസ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ മൈക്രോഫോൺസിന് വേണ്ടിയിട്ടുള്ള ഭൂമാമൊക്കെ ഞാൻ ഈ ഒരു ടേബിളിൽ തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലുള്ളൊരു മൈക്രോഫോണാണ് എന്ന് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് കൊമിക്ക എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ മൈക്രോഫോണാണ് കേട്ടോ. ഈ ഒരു ബ്രാൻഡിൻ്റെ മൈക്രോഫോൺ തന്നെ അല്ലെങ്കിൽ ഈ ഒരു സ്പെസിഫിക് മോഡൽ ചൂസ് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മോഡൽ വളരെയധികം അഫോർഡബിളുമാണ്. ഇതിനകത്ത് വേറൊരു ഫീച്ചറൂടെ വരുന്നുണ്ട്. അതായത് വയർലെസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. നോർമലി ഇതുപോലുള്ള ബൂം സ്റ്റാൻഡിലൊക്കെ വയ്ക്കുന്ന മൈക്രോഫോണിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണക്ട് ചെയ്തിടുന്ന സമയത്ത് ഡയറക്റ്റ് ക്യാമറ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലേക്ക് ഒരു വയർ മുഖാന്തരമായിരിക്കും നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഇതും അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും, വയർ വെച്ചും കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതിനകത്ത് ഒരു വയർലെസ് ഓപ്ഷനും കൂടെ ഉള്ളതുകൊണ്ട് വളരെയധികം യൂസ്ഫുൾ ആണ് കേട്ടോ. എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്തിട്ട് ബാക്കി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് കൊണ്ടുവന്നിട്ടുള്ളത് കൊമിക്ക ഷെൻസണിൽ നിന്നാണ് കേട്ടോ. ഷെൻസണിൽ നിന്നാണ് ഈ സാധനം ഞാൻ ഇമ്പോർട്ട് ചെയ്ത് വരുത്തിച്ചിട്ടുള്ളത്. ഈ സാധനം ഇന്ത്യയിൽ ഉടനെ അവൈലബിൾ ആയിരിക്കും, നിങ്ങൾക്ക് ഇവിടെ നിന്നൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ ഈ സാധനം ഷെൻസണിൽ നിന്നാണ് വരുത്തിച്ചിട്ടുള്ളത്. കാര്യം ഇതൊരു അഫോർഡബിൾ റേഞ്ചാണ്, അതോടൊപ്പം തന്നെ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഫീച്ചറും അതുപോലെ തന്നെ സ്റ്റുഡിയോ ക്വാളിറ്റിയും ഒക്കെ കിട്ടുന്നത് ഈ ഒരു മൈക്രോഫോണിലാണ് കേട്ടോ. പ്ലാസ്റ്റിക് റാപ്സ്, ഓക്കെ, സോ വി ക്യാൻ സെറ്റ് അസൈഡ് ദിസ്. അപ്പോൾ നീറ്റ് പാക്കേജിങ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമുക്ക് ഇവിടെ ആയിട്ടാണ് ഓപ്പൺ ചെയ്യേണ്ട സെറ്റപ്പ്. ഓ, ഞാൻ ഇപ്രാവശ്യം ഓർഡർ ചെയ്തിരിക്കുന്ന ഒരു സ്പെസിഫിക് കളർ എന്ന് പറയുന്ന ഓൾ വൈറ്റ് ആണ് കേട്ടോ. ഇതിനകത്ത് വേറൊരു പ്രത്യേകത എന്നുള്ളതെന്ന് വെച്ചാൽ ഇതിനകത്ത് ബൂം സ്റ്റാൻഡ് കൂടെ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഈ ബൂം സ്റ്റാൻഡ് ഉള്ളതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ബ്രാൻഡിൻ്റെ തന്നെ ആയതുകൊണ്ട് തന്നെ വളരെയധികം കോമ്പാറ്റബിളുമാണ്, അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ആദ്യം തന്നെ ഇവിടെ ആയിട്ടൊരു പോപ്പ് ഫിൽറ്റർ കൊടുത്തിട്ടുണ്ട്. പോപ്പ് ഫിൽറ്റർ ഞാൻ അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല, എന്നാലും നമ്മുടെ സ്റ്റുഡിയോയുടെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അധികം യൂസ് വരില്ല. എന്നാലും ചില ആളുകൾ ഇങ്ങനെ മൈക്കിനകത്ത് കയറി നിന്ന് സംസാരിക്കുന്നവരാണെങ്കിൽ പോപ്പ് ഫിൽറ്റർ അടിപൊളിയായിരിക്കും. ഇവിടെയായിട്ട് നമുക്ക് അഡീഷണൽ കേബിൾസ് ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും കേബിളാണ് കിട്ടുന്നത് നോക്കാം. സോ ഇറ്റ്സ് എ C2C കേബിളാണുള്ളത്. അഡീഷണലായിട്ട് ഇതിനകത്തൊരു ചെറിയൊരു അഡാപ്റ്റർ കൂടെ കാണാം. സോ USB to Type Cയുടെ ഒരു ചെറിയൊരു അഡാപ്റ്റർ കൂടെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ USB ഉള്ളെങ്കിൽ, ഇപ്പോൾ മിക്ക കമ്പ്യൂട്ടറിലും Type C പോർട്ട് അവൈലബിൾ ആണ്. ഫോണിൽ കണക്ട് ചെയ്യണമെങ്കിൽ Type C കണക്ട് ചെയ്യാൻ പറ്റും. ഇനി നോർമൽ USB ആണുള്ളതെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ളൊരു അഡാപ്റ്ററും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ള ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ബൂം സ്റ്റാൻഡിന് വേണ്ടിയിട്ടുള്ള ടേബിളിലൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഐറ്റമാണ്. ഇതിലാണ് നമ്മുടെ ബൂം സ്റ്റാൻഡ് സെറ്റ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് പേപ്പർ വർക്ക്സും കാര്യങ്ങളും അതുപോലെ തന്നെ വാറൻറ്റിയുടെ ഇൻഫോർമേഷൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ മൈക്കാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഓൾ വൈറ്റ് ആണ് ഇപ്രാവശ്യം ചൂസ് ചെയ്തത്. എൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു കാണാൻ വേണ്ടിയിട്ട് ലുക്കായിരിക്കും. ഞാനത് ഓൺലൈനിൽ കണ്ട സമയത്ത് എനിക്ക് വൈറ്റ് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ എല്ലാം വൈറ്റ് ഉള്ളത് ചൂസ് ചെയ്തത് കേട്ടോ. ഗൈസ്, അപ്പോൾ ഇതാണ് സെറ്റപ്പ് എന്ന് പറയുന്നത്. താഴെയായിട്ട് നമുക്ക് വോളിയം, മൈക്കിൻ്റെ ഗെയിൻ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബൂം സ്റ്റാൻഡാണ് കേട്ടോ. അതും വൈറ്റ് കളർ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ സ്പെസിഫിക്കലി വൈറ്റ് ചൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമായിരിക്കും. അല്ലെങ്കിലും ഈ ഒരു ഇലക്ട്രോണിക്സ് മാർക്കറ്റിൽ തന്നെ വൈറ്റ് പ്രോഡക്ട്സിന് ഇത്തിരി വില കൂടുതലാണ് കേട്ടോ. ഇപ്പോൾ PC കമ്പോണൻസ് അതുപോലുള്ള സാധനങ്ങളൊക്കെ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്പെസിഫിക്കലി വൈറ്റാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഓൾവേസ് കുറച്ച് കാശ് നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനൊരു സംഭവം നിലവിലുണ്ട്. അപ്പോൾ ഇതാണ് ബൂം സ്റ്റാൻഡ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നോർമലി ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നതിനേക്കാളും ക്വാളിറ്റി ഉണ്ട്. പെയിൻറ്റ് ജോബ് ആണെങ്കിലും ആ ഒരു സ്പ്രിങ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ കൊടുത്തിട്ടുണ്ട്. സോ അതിൻ്റെ ടേബിൾ മൗണ്ടും അതെ സെയിം ക്വാളിറ്റിയിൽ തന്നെ കൊടുത്തേക്കണേ. സംഭവം കേട്ടോ. സോ അപ്പോൾ ഈ സാധനങ്ങളൊക്കെയാണ് വരുന്നത്. പോപ്പ് ഫിൽറ്റർ നമുക്ക് ഇവിടെ ആയിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഷുഡ് ബി വെരി ഈസി.
ഇത് വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് തന്നെ ഇവിടെ ഒരു അറ്റാച്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ടൈപ്പ് സി കണക്ടറാണ്. ഈ ഒരു സംഭവം നമ്മുടെ ഫോണിലോ അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിലോ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വയർലെസ് ഫീച്ചർ കിട്ടും. ഇതിനകത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ബാറ്ററി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പവർ പോലും കണക്ട് ചെയ്തിടാതെ നിങ്ങൾക്കിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഗൈസ്, ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഐറ്റം ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. ഓണാക്കുന്നതിനോടൊപ്പം കുറച്ച് ഇതിൻ്റെ കാര്യങ്ങളൂടെ ഞാൻ പറഞ്ഞുതരാം. ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്ക് ഒരു ലൈറ്റിങ്ങിൻ്റെ ബട്ടൺ ഉണ്ട്. അതിൽ ലോങ് പ്രസ് ചെയ്യുന്ന സമയത്താണ് നമുക്കത് ഓണാക്കാൻ വേണ്ടി സാധിക്കുക. ഇവിടെയായിട്ട് നമുക്ക് വൈഫൈയുടെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെയായിട്ട് നമുക്കൊരു LED ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. താഴെയായിട്ട് ഈ കാണുന്നതെന്ന് പറയുന്നത് മൈക്കിൻ്റെ ഗെയിനാണ്. ഇത് ജസ്റ്റ് നമുക്ക് വലത്തോട്ട് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂട്ടാനും അതുപോലെ തന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ കുറയ്ക്കാനും പറ്റും. ഇതിൻ്റെ ഈ സൈഡിലായിട്ട് ഒരു ഹെഡ്ഫോൺ ജാക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതേസമയം മോണിറ്റർ ചെയ്യണമെങ്കിൽ അങ്ങനെയും മോണിറ്റർ ചെയ്യാൻ പറ്റും. ടോപ്പ് സൈഡിലായിട്ട് ഒരു ക്വിക്ക് മ്യൂട്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഒറ്റ ക്ലിക്ക് വേണ്ട കേട്ടോ, ടച്ച് മതി. ടച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് മ്യൂട്ടാവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി RGB ഓഫ് ആവും. ഇവിടെയായിട്ടൊരു റെഡ് ഇൻഡിക്കേറ്റർ ലൈറ്റ് കത്തും. എഗെയിൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂട്ട് ഓഫ് ആക്കാൻ വേണ്ടി സാധിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു ട്രാൻസ്മിറ്റർ ഉണ്ട്. ഈ ഒരു ട്രാൻസ്മിറ്റർ നിങ്ങളുടെ ഫോണിൽ ടൈപ്പ് സി തന്നെയാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും കണക്ട് ചെയ്യാം. ഇനി നേരത്തെ കാണിച്ചിട്ടുള്ള ഈ ഒരു അഡാപ്റ്റർ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനെ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ USB ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നോർമൽ USB സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും കണക്ട് ചെയ്യാം. ഞാൻ എന്തായാലും ഐഫോണിലേക്ക് ഈ ഒരു സംഭവം അറ്റാച്ച് ചെയ്തു. ഇനി നമ്മൾ ഇതിനകത്ത് ഹെഡ്ഫോൺസ് എന്ന് പറയുന്ന ആർ യു കണക്റ്റിംഗ് ടു പെയർ ഓഫ് ഹെഡ്ഫോൺസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മുടെ ഐഫോണിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹെഡ്ഫോൺസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വൈഫൈയുടെ ഇത് കണക്റ്റ് ആയിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി നമ്മുടെ കണക്ഷൻ എക്സ്റ്റാബ്ലിഷ് ആവുന്ന സമയത്ത് ഇവിടെ ഓട്ടോമാറ്റിക്കലി ഇൻഡിക്കേറ്റർ ഗ്രീൻ ലൈറ്റ് കത്തുകയും ചെയ്യും. ഇനി നമുക്ക് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഞാൻ വോയിസ് മെമ്മോ എടുക്കുകയാണ് ഐഫോണിൽ. ഹലോ 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 ഞാൻ ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഫോൺ തന്നെയാണോ പിടിക്കുന്നത് അതോ മൈക്കാണോ പിടിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ മൈക്കിൽ തട്ടുന്ന സമയത്ത് നമുക്ക് ആ ഒരു ബിഗ് കർവ്സ് കാണാൻ വേണ്ടി സാധിക്കും. സോ അപ്പോൾ ആക്ച്വലി ഇപ്പോൾ മൈക്കിൽ തന്നെയാണ് റെക്കോർഡാകുന്നത്. ഇനി നമുക്കിതിൻ്റെ ഒരു വോയിസ് ക്വാളിറ്റി നോക്കാം. ഇതിൻ്റെ വോയിസ് ക്വാളിറ്റി എന്ന് പറയുന്നത് 48 kHz 24 ബിറ്റ് റെക്കോർഡിങ് ചെയ്യാൻ പറ്റുന്ന പ്രൊഫഷണൽ സ്റ്റുഡിയോ ക്വാളിറ്റിയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സൗണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഈ ഒരു മൈക്കിനകത്ത് നമുക്ക് ഡ്യുവൽ മോഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡ്യുവൽ മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വയർലെസ്സും അതുപോലെ തന്നെ വയേർഡുമായിട്ടുള്ള ഓപ്ഷൻസ് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതിൻ്റെ ഒരു RGB ലൈറ്റ് സെറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് 3 തരത്തിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇവിടെയായിട്ട് കാണുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബ്രത്തിങ് എഫക്റ്റ് ഉണ്ട്, ഒരു ഫ്ലാഷ് എഫക്റ്റ് ഉണ്ട്. അങ്ങനത്തെ 3 തരത്തിലുള്ള എഫക്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആക്ച്വലി മൾട്ടി കളർ RGB ആണ്, കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട്. പിന്നെ വൈറ്റ് ആയതും കൊണ്ടും കുറച്ചുകൂടെ ഒരു പ്രീമിയം ലുക്കും അതുപോലെ തന്നെ ഒരു പ്രൊഫഷണൽ ക്വാളിറ്റിയും ഈ ഒരു സെറ്റപ്പിന് ഫീൽ ചെയ്യും കേട്ടോ. പിന്നെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ഷോക്ക് മൗണ്ട് കൊടുത്തിട്ടുണ്ട്. സോ കുറച്ച് അനക്കങ്ങളും അല്ലെങ്കിൽ ഒരു തട്ടലുകളും ഒക്കെ കിട്ടിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു വൈബ്രേഷനൊക്കെ വന്നു കഴിഞ്ഞാലും ഷോക്ക് മൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു സൗണ്ട്സ് നമ്മുടെ മൈക്രോഫോണിലേക്ക് എത്തില്ല എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് വരുന്നൊരു ഇപ്പോൾ ഞാൻ കണക്ട് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് കാണാം ഫുള്ളി വയർലെസ് ആയിട്ടാണ് ഇതിരിക്കുന്നത്. ഒരു തരത്തിലുള്ള കണക്ഷനും പോകുന്നില്ല. അപ്പോൾ ഇതിനകത്തൊരു ലിഥിയം ബാറ്ററി ഉണ്ട്. ഈ ഒരു ലിഥിയം ബാറ്ററി നമുക്ക് 50 മണിക്കൂറോളം ഔട്ട്പുട്ട് നൽകും കേട്ടോ. അതായത് നിങ്ങൾക്ക് തുടരെ 50 മണിക്കൂർ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈവൻ ലോങ് ഇൻ്റർവ്യൂസ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ലോങ് പോഡ്കാസ്റ്റ് ആണെങ്കിൽ പോലും നമുക്ക് ഒറ്റ ചാർജിൽ കവർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആ ഒരു റീസൺ കൊണ്ടാണ് ഞാൻ ഈ ഒരു സംഭവം വാങ്ങിച്ചിട്ടുള്ളത്. നമ്മുടെ ഗെയിൻ എനിക്ക് തോന്നുന്നു ഫുള്ളാണ് കിടന്നതെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ ആ ഒരു ഗെയിൻ ബട്ടൺ കുറയ്ക്കുന്നതിനനുസരിച്ച് ഞാൻ കുറച്ചുകൂടെ അടുത്തോട്ട് വരേണ്ടി വരും. ഗെയിൻ കൂട്ടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം സൗണ്ടിൽ അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള മൈനർ അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇവിടെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ജസ്റ്റ് സിമ്പിൾ കണക്റ്റാണ് കേട്ടോ. അഡീഷണൽ സോഫ്റ്റ്വെയർസോ കാര്യങ്ങളൊന്നും വേണ്ട. നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് ജസ്റ്റ് കണക്ട് ചെയ്താൽ മതി. ഇത് ഗെയിമിങ്ങിലും വളരെയധികം ഉപകാരപ്പെടും. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിമിങ്ങിൽ നമുക്കുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡീഷണലായിട്ട് ഓരോരോ കാര്യങ്ങൾ നമ്മൾ കണക്ട് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ഗെയിമൊക്കെ സ്ട്രീം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു വയർലെസ് ഫ്രീ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു റീസൺ കൊണ്ടാണ് കേട്ടോ ഈ ഒരു മൈക്രോഫോൺ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്വാളിറ്റിയുടെ കാര്യം നിങ്ങൾ തന്നെ തീരുമാനിക്കുക. നിങ്ങൾ ആക്ച്വലി ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മൈക്രോഫോൺ വഴിയാണ്. എങ്ങനെയുണ്ട് ക്വാളിറ്റി എന്നുള്ളത്
യു ഡിസൈഡ്. അപ്പോൾ ഗൈസ് ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏകദേശം 5000 രൂപ മുതൽ 6000 രൂപയ്ക്കകത്തായിരിക്കും ഇന്ത്യൻ മണിയിൽ നിങ്ങൾക്ക് കോസ്റ്റ് ആവുന്നത്. പക്ഷേ ആക്ച്വലി നിങ്ങൾക്ക് ഈ സെറ്റപ്പുകളെല്ലാം കാര്യങ്ങളും കിട്ടുന്നുണ്ട്. വയേർഡ് ആയിട്ടുള്ളതും വയർലെസ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. ഇത്തരത്തിലുള്ളൊരു ഓഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു കൊമിക്കയുടെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. സോ ഗൈസ് വൺസ് അഗെയിൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ഗാഡ്ജറ്റുമായിട്ട് വരുന്നവരെ ബൈ ഗൈസ്.